വാചകം പറയുന്നത് ഇഖ്റഉ അൽ ഖുർആൻ, വിശ്വാസികളെ നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യണം, നിങ്ങൾ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യണം. ഖിറാഅത്ത് ഫഇന്നഹു യഅതി യൗമൽ ഖിയാമ, കാരണം ഖുർആൻ ഖിയാമത്ത് നാളിൽ വരും. ഷഫീഅൻ ലി അസ്ഹാബിഹി, തൻ്റെ സാഹിബിന് വേണ്ടി ശുപാർശ പറയാൻ വേണ്ടി, ഷഫാഅത്ത് ചെയ്യാൻ വേണ്ടി. പരിശുദ്ധ ഖുർആൻ അത് പാരായണം ചെയ്ത ആളുകൾക്ക് വേണ്ടി ഷഫാഅത്ത് പറയും. അപ്പോൾ ഈ ഷഫാഅത്ത് ലഭിക്കണമെങ്കിൽ നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുന്നവരായിരിക്കണം. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇഖ്റഉ അൽ ഖുർആൻ, നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യണം. ഞാനും നിങ്ങളുമൊക്കെ ഖുർആൻ പാരായണം ചെയ്യണം. ആരോരും നമ്മെ സഹായിക്കാനില്ലാത്ത സന്ദർഭത്തിൽ നമുക്ക് വേണ്ടി ശുപാർശ പറയാൻ പരിശുദ്ധ ഖുർആൻ ഉണ്ടാകും. ഫഇന്നഹു, തീർച്ചയായും ഖുർആൻ അല്ലെങ്കിൽ ഖുർആനിൻ്റെ പാരായണം യഅതി യൗമൽ ഖിയാമ ഷഫീഅൻ ലി അസ്ഹാബിഹി, ഖിയാമത്ത് നാളിൽ തൻ്റെ സാഹിബിന് ഷഫാഅത്ത് ചെയ്യാൻ വേണ്ടി, ശുപാർശ പറയാൻ വേണ്ടി പരിശുദ്ധ ഖുർആൻ വരുന്നതാണ്. അൽഹംദുലില്ലാ. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇഖ്റഉ സഹറാവൈനി അൽ ബഖറത വ സൂറത ആലി ഇമ്രാൻ, രണ്ട് പ്രകാശങ്ങളെ നിങ്ങൾ പാരായണം ചെയ്യുക. ഏതൊക്കെയാണത്? അത് സൂറത്തുൽ ബഖറയും സൂറത്തു ആലു ഇമ്രാനുമാണ്. സഹറാവൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഉലമാക്കൾ അത് വളരെ കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട്. സാധാരണ ഏറ്റവും നല്ല പ്രകാശം നൽകുന്നത്, പ്രകാശിക്കുന്നത് എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. ഉലമാക്കൾ വിശദീകരിച്ചു, തസ്നിയത്തു സഹറ തഅനീസുൽ അസ്ഹർ വഹുവൽ മുദീഉ ശദീദുൽ ലൗഇ ഐ അൽ മുനീറതൈനി ലിനൂരിഹിമ വഹിദായതിഹിമ വഇളമി അജ്രിഹിമ ഫകഅന്നഹുമാ ബിന്നിസ്ബതി ഇലാ മാ അദാഹുമാ ഇൻദല്ലാഹ് മകാനുൽ ഖമറൈനി മിൻ സായിരിൽ കവാകിബ്. ഇവിടെ സഹറാവൈൻ, കാരണം സഹറ എന്നതിൻ്റെ 2 എന്ന എണ്ണം കാണിക്കുന്ന പ്രയോഗമാണ് സഹറാവൈൻ. സഹറ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അസ്ഹർ എന്ന് പറഞ്ഞാൽ വഹുവൽ മുദീഉ ശദീദുൽ ലൗ, അങ്ങേയറ്റം പ്രകാശമുള്ളത് എന്നാണ് അർത്ഥം. കാരണം അത് ഹിദായത്ത് നൽകുന്നു, സന്മാർഗം നൽകുന്നു, അതോടൊപ്പം പരലോകത്ത് വെളിച്ചം നൽകുന്നതായി അത് വരുന്നതാണ്. ഏതുപോലെ എന്ന് ചോദിച്ചാൽ, ആകാശലോകത്ത് നക്ഷത്രങ്ങളുണ്ടാകുമ്പോൾ പൂർണ്ണ നിലാവുള്ള രാത്രിയിൽ ചന്ദ്രൻ എങ്ങനെയാണോ വേറിട്ട് തിളങ്ങി നിൽക്കുന്നത്, അതേപോലെ 2 ചന്ദ്രന്മാർ ആകാശത്തുണ്ടായാൽ എങ്ങനെ ഉണ്ടാകും, അതേപോലെയാണ് മറ്റു അധ്യായങ്ങളെ അപേക്ഷിച്ച് സൂറത്തുൽ ബഖറയും സൂറത്തു ആലി ഇമ്രാനും. ശ്രദ്ധിക്കുക, ഇവിടെ ഉലമാക്കൾ വിശദീകരിക്കുന്നത്, ആകാശലോകത്ത് നക്ഷത്രങ്ങളുണ്ട്, അതെല്ലാം തിളക്കമുള്ളത് തന്നെ. പക്ഷേ അതിൽ നിന്ന് ചന്ദ്രൻ വേറിട്ട് നിൽക്കുന്നത് പോലെ സൂറത്തുൽ ബഖറയും സൂറത്തു ആലി ഇമ്രാനും 2 ചന്ദ്രന്മാരെ പോലെ പ്രകാശം കൊണ്ട് മറ്റു അധ്യായങ്ങളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നതാണ്. അതുകൊണ്ട് മൊത്തത്തിൽ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ഇനി ഏറ്റവും ചുരുങ്ങിയത് സ്ഥിരമായി നിരന്തരമായി നിങ്ങൾ പാരായണം ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടുന്ന 2 അധ്യായങ്ങളാണ്. ഏതൊക്കെ? അസ്സഹറാവൈൻ, 2 പ്രകാശം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ച അൽ ബഖറത വ സൂറത ആലി ഇമ്രാൻ, സൂറത്തുൽ ബഖറയും സൂറത്തു ആലു ഇമ്രാനും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഫഇന്നഹുമാ തഅതിയാനി യൗമൽ ഖിയാമ, ഈ 2 അധ്യായങ്ങളും ഖിയാമത്ത് നാളിൽ വരും. ഖുർആൻ മൊത്തത്തിൽ വരും, പക്ഷേ ഈ 2 അധ്യായങ്ങൾ വരുന്നതിന് ഒരു പ്രത്യേകതയുണ്ട്. എങ്ങനെയാണത്? ഫഇന്നഹുമാ തഅതിയാനി യൗമൽ ഖിയാമത്തി കഅന്നഹുമാ ഗമാമതാൻ, 2 മേഘങ്ങൾ പോലെ. ഗമാമത്ത് എന്ന് പറഞ്ഞാൽ മേഘത്തിനാണ് അത് ഉദ്ദേശിക്കുന്നത്. ഐ സഹാബത്താനി തുദില്ലാനി സാഹിബഹുമാ അൻ ഹർരിൽ മൗഖിഫ്, മഹ്ശറിൽ സൂര്യൻ വളരെ അടുത്ത് കൊണ്ടുവരപ്പെടുമ്പോൾ അങ്ങേയറ്റത്തെ ചൂടായിരിക്കും. ആ ചൂടിൽ നിന്ന് തണൽ നൽകാൻ, ആ ചൂടിൽ നിന്ന് സംരക്ഷണം നൽകാൻ തണൽ നൽകുന്ന 2 മേഘങ്ങൾ പോലെ സൂറത്തു ബഖറയും സൂറത്തു ആലു ഇമ്രാനും വരുന്നതാണ്. അല്ലെങ്കിൽ ഔ കഅന്നഹുമാ ഗയായതാൻ, ഗയായ എന്ന് പറഞ്ഞാൽ വഹിയ ബിൽ യാഐനി മാ യകൂനു അദ്വന മിൻഹുമാ ഫിൽ കസാഫതി വ അഖറബ ഇലാ റഅസി സാഹിബിഹിമ. മേഘങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ ഉയരത്തിലാണ്. ഗയായ എന്ന് പറഞ്ഞാൽ തലയോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന രൂപത്തിലുള്ള ചില തണലുകൾ, രാജാക്കന്മാർക്കും മറ്റുമൊക്കെ പിടിക്കപ്പെടുന്ന പ്രത്യേക കൊടകൾ പോലെയുള്ള തണലുകൾക്കാണത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒന്നെങ്കിൽ 2 മേഘങ്ങൾ പോലെ ദൂരെയായിക്കൊണ്ട് തന്നെ, അല്ലെങ്കിൽ തലയുടെ അടുക്കലേക്ക് കൊണ്ടുവരപ്പെട്ടുകൊണ്ട്
ഉള്ള രണ്ട് തണലുകൾ, രണ്ടുകൊണ്ടും ഉദ്ദേശിക്കുന്നത് തണലുകളാണ്. അല്ലെങ്കിൽ ഔ കഅന്നഹുമാ ഫിർഖാനി മിൻ ത്വയ്രിൻ സവാഫ്, കൂട്ടം കൂട്ടമായി അണിചേർന്ന് നിൽക്കുന്ന രണ്ട് പക്ഷിക്കൂട്ടങ്ങൾ പോലെ. ഇവിടെ ഫിർഖാൻ എന്ന് പറഞ്ഞാൽ പക്ഷികളുടെ വലിയ ഒരു ജംഇനാണത് പറയുന്നത്. അങ്ങനെ ഒരുപാട് പക്ഷികൾ ചിറക് വിരിച്ചു നിന്നാൽ അതിന് താഴെ തണലുണ്ടാകും. അതൊരു പ്രത്യേകമായ തണലുമായിരിക്കും. ഈ രൂപത്തിലായിരിക്കും സൂറത്തുൽ ബഖറയും സൂറത്തു ആലി ഇമ്രാനും വരുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യണം, അത് ഖിയാമത്ത് നാളിൽ ഷഫാഅത്ത് നൽകുന്നതാണ്. പിന്നെ പ്രത്യേകമായി പറഞ്ഞു, സൂറത്തുൽ ബഖറയും സൂറത്തു ആലി ഇമ്രാനും രണ്ട് പ്രകാശങ്ങളാണ്. ഖിയാമത്ത് നാളിൽ നിങ്ങൾക്ക് തണൽ നൽകാൻ വേണ്ടി രണ്ട് മേഘങ്ങൾ പോലെ, അതല്ലെങ്കിൽ രണ്ട് തണൽ നൽകുന്ന കുടകൾ പോലെ, അതല്ലെങ്കിൽ ചിറകുകൾ വിരിച്ച് അണിയണിയായി ആകാശത്ത് വട്ടമിട്ട് പറക്കുന്ന പക്ഷികളുടെ രണ്ട് കൂട്ടം പോലെ അവർ വരും. എന്തിനാണ് വരുന്നത്? സൂറത്തുൽ ബഖറയും സൂറത്തു ആലി ഇമ്രാനും തുഹാജാനി അൻ അസ്ഹാബിഹിമാ, അതിൻ്റെ സാഹിബുകൾക്ക് വേണ്ടി വാദിച്ചുകൊണ്ട്, ഹുജ്ജത്ത് പറഞ്ഞുകൊണ്ട്. അപ്പോൾ സൂറത്തുൽ ബഖറയുടെയും ആലി ഇമ്രാനിൻ്റെയും സാഹിബുകൾ ഇവിടെ പ്രത്യേകം ഈ രണ്ട് സൂറത്തിലേക്ക് ചേർത്ത് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഖുർആനിൽ നാം ഏറ്റവും കൂടുതൽ പരിഗണന നൽകേണ്ടുന്ന രണ്ട് അധ്യായങ്ങളാണ്. അതാണ് തുഹാജാനി അൻ അസ്ഹാബിഹിമ, അതിൻ്റെ അസ്ഹാബുകൾക്ക് വേണ്ടി അത് ഹുജ്ജത്ത് പറയും, അള്ളാഹുവിനോട് വാദിക്കുമെന്നാണ്. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഖ്റഉ സൂറത്തുൽ ബഖറ. ഇനി ഈ രണ്ട് അധ്യായങ്ങൾ രണ്ടും കൂടി നിങ്ങൾക്ക് കഴിയില്ലെങ്കിൽ മൂന്നാമത്തത് ഇഖ്റഉ സൂറത്തുൽ ബഖറ, സൂറത്തുൽ ബഖറ നിങ്ങൾ പാരായണം ചെയ്യണം. ഫഇന്ന അഖദഹ ബറക, കാരണം സൂറത്തുൽ ബഖറ പാരായണം ചെയ്യലും അത് പഠിക്കലും ബറക്കത്താണ്, ഏറ്റവും വലിയ അനുഗ്രഹമാണ് ജീവിതത്തിലെ. നമുക്ക് ഇരുലോകത്തും ബറക്കത്ത് നൽകുന്ന ഏറ്റവും വലിയ ബൃഹത്തായ അധ്യായമാണ് സൂറത്തുൽ ബഖറ. അതുകൊണ്ടാണ് അതിനെ പ്രത്യേകം പറഞ്ഞത് ഫഇന്ന അഖദഹ ബറക വതർകഹ ഹസറ. മാത്രമല്ല അത് ഉപേക്ഷിക്കൽ വലിയ നഷ്ടമാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അപ്പോൾ സൂറത്തുൽ ബഖറ പഠിക്കാതിരിക്കൽ തന്നെ വലിയ നഷ്ടമാണ്, അത് പാരായണം ചെയ്യാതിരിക്കൽ തന്നെ വലിയ നഷ്ടമാണ് എന്നാണ്. വലാ തസ്തതിഉഹ അൽ ബത്തല. മാത്രമല്ല സൂറത്തുൽ ബഖറ പാരായണം ചെയ്താൽ ബത്തലത്തുകൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. ഇവിടെ ബത്തല എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖാല മുആവിയ, ഈ ഹദീസ് റിവായത്ത് ചെയ്യുന്ന വ്യക്തികളിൽ ഒരു റാവി പറയുന്നത് ബലഗനി അന്നൽ ബത്തല അസ്സഹറ. ബത്തല എന്ന് പറഞ്ഞാൽ സഹറ, സാഹിറന്മാർ, മാരണക്കാരായ ആളുകൾ, മാരണം ചെയ്യുന്ന ആളുകൾ. സാഹിറന്മാർക്ക് നിങ്ങളെ ഉപദ്രവിക്കാനും കഴിയില്ല. സൂറത്തുൽ ബഖറ നിരന്തരം പാരായണം ചെയ്യുന്ന ആളുകളെ ഉപദ്രവിക്കുവാനും സാഹിറന്മാർക്ക് കഴിയില്ല. അവരുടെ ഉപദ്രവത്തിൽ നിന്നുള്ള പ്രൊട്ടക്ഷനാണ് സൂറത്തുൽ ബഖറ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചെങ്കിൽ ഒഴികെ. എന്നാൽ അള്ളാഹു ഉദ്ദേശിച്ചാൽ തീർച്ചയായും അവൻ ഉദ്ദേശിച്ച പരീക്ഷണങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകും. പക്ഷേ സൂറത്തുൽ ബഖറ ഇതേപോലെയുള്ള ഷർറുകളിൽ നിന്ന് പ്രൊട്ടക്ഷൻ നൽകുന്നതായി അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുണ്ട് എന്നാണ് ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ വളരെ ഗംഭീരമായ ഗൗരവമേറിയ ഒരു ഹദീസാണിത്. അബൂ ഉമാമ അൽ ബാഹിലി റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഇമാം മുസ്ലിം റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ സഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഈ ഹദീസ് ഈ സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നേരിട്ട് കേട്ടതാണ്. അതുകൊണ്ടാണ് സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, അല്ലാഹുവിൻ്റെ റസൂൽ പറയുന്നത് ഞാൻ കേട്ടു. ഇനി നമുക്ക് ഈ ഹദീസിൻ്റെ മത്തിന് ഒന്നുകൂടി പറയാം. ഇതിന് 3 ഘട്ടങ്ങളാണുള്ളത്. ഒന്ന്, ഇഖ്റഉൽ ഖുർആൻ, നിങ്ങൾ ഖുർആൻ മൊത്തത്തിൽ പാരായണം ചെയ്യണം. ഇവിടെ ഖുർആനിനെ ആമായിട്ടാണ് പറഞ്ഞത്. ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ഷഫീഅൻ ലി അസ്ഹാബിഹി. ഖുർആൻ മൊത്തത്തിൽ തൻ്റെ ആളുകൾക്ക് വേണ്ടി ശുപാർശ പറയും. അതുകൊണ്ട് ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ്. അതിൽ തന്നെ പ്രത്യേകം ശ്രദ്ധ കൊടുക്കണം. ഇഖ്റഉസ് സഹ്റാവൈൻ, 2 പ്രകാശങ്ങൾ നിങ്ങൾ പ്രത്യേകം പാരായണം ചെയ്യണം, വിട്ടുപോകരുത് എന്നർത്ഥം. അൽ ബഖറത വ സൂറത്ത് ആലി ഇമ്രാൻ, സൂറത്തുൽ ബഖറയും സൂറത്തു ആലി ഇമ്രാനുമാണ്. കാരണം ഫഇന്നഹുമാ തഅതിയാനി യൗമൽ ഖിയാമ കഅന്നഹുമാ ഗമാമതാനി ഔ കഅന്നഹുമാ ഗയായതാനി ഔ കഅന്നഹുമാ ഫിർഖാനി മിൻ ത്വയ്രിൻ സവാഫ്. 2 മേഘത്തണലുകൾ പോലെ, അല്ലെങ്കിൽ 2 കുടകൾ നൽകുന്ന തണലുകൾ പോലെ, അതല്ലെങ്കിൽ 2 പക്ഷിക്കൂട്ടങ്ങൾ നൽകുന്ന തണലുകൾ പോലെ സൂറത്തുൽ ബഖറയും ആലി ഇമ്രാനും ഖിയാമത്ത് നാളിൽ മഹ്ശറിൽ നിൽക്കുമ്പോൾ അതിൻ്റെ ആളുകൾക്ക് തണലായി കൊണ്ടുവരുന്നതാണ്. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. തണൽ മാത്രമല്ല, പിന്നെയോ തുഹാജാനി അൻ അസ്ഹാബിഹിമ, അതിൻ്റെ ആളുകൾക്ക് വേണ്ടി സൂറത്തുൽ ബഖറയും ആലി ഇമ്രാനും പ്രത്യേകം ശുപാർശ പറയും.
പരിശുദ്ധ ഖുർആൻ മൊത്തത്തിൽ ശുപാർശ പറയുന്നുണ്ട്. അതിൽ സൂറത്തുൽ ബഖറയും ആലു ഇമ്രാനും വേറെ തന്നെ ശുപാർശ പറയും. ഇതാണ് രണ്ടാമത്തെ ഘട്ടം. മൂന്നാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഖ്റഉ സൂറത്തുൽ ബഖറ, സൂറത്തുൽ ബഖറ നിങ്ങൾ പ്രത്യേകം പാരായണം ചെയ്യണം. പരിശുദ്ധ ഖുർആൻ മൊത്തത്തിൽ ബഖറയും ആലു ഇമ്രാനും പ്രത്യേകം ശ്രദ്ധിക്കുക. ഏറ്റവും കൂടുതൽ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് സൂറത്തുൽ ബഖറയാണ്. ഫഇന്ന അഖ്ദഹ ബറക, സൂറത്തുൽ ബഖറ സ്വീകരിക്കൽ, അത് പാരായണം ചെയ്യൽ, പഠിക്കൽ ബറക്കത്താണ്. വതർക്കഹ ഹസറ, സൂറത്തുൽ ബഖറയെ ഉപേക്ഷിക്കൽ നഷ്ടമാണ്. വലാ തസ്തതിഉഹ അൽ ബത്തല, ബത്തലത്തുകൾക്ക് സാഹിറന്മാർക്ക് സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുന്ന ആളുകളെ ഉപദ്രവിക്കുവാൻ സാധിക്കുകയുമില്ല. ഖാല മുആവിയതു ബലഗനി അന്നൽ ബത്തലത അസ്സഹറ, മുആവിയ പറഞ്ഞു, റാവിമാരിൽ ഒരാളാണ്, സ്വഹാബിയായ മുആവിയ അല്ല എന്ന് മനസ്സിലാക്കുക. ബലഗനി, എനിക്ക് എത്തപ്പെട്ടിരിക്കുന്നു, അന്നൽ ബത്തല അസ്സഹറ, ബത്തലത്തെന്ന് പറഞ്ഞാൽ സഹറത്താണ്, മാരണക്കാരാണ് എന്ന് എനിക്ക് അറിവ് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിൻ്റെ പാരായണം അത് ഒരിക്കലും നഷ്ടം സംഭവിക്കാത്ത, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ യർജൂന തിജാറത്തൻ ലൻ തബൂർ, ഒരിക്കലും നഷ്ടം സംഭവിക്കാത്ത കച്ചവടമാണ്.